2025 ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 5-6 കൊല്ലമെങ്കിലും സ്മൂത്തായി ഉപയോഗിക്കാൻ പറ്റണം എന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് ബൈയിങ് ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ആൻഡ് അറൗണ്ട് 30,000 റുപ്പീസ് ഇതിനായി ചെലവഴിക്കാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ ഒഴിവാക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും കാണപ്പെടുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ്. സോ ദാറ്റ് സെഡ്, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു ലാപ്ടോപ്പ് വാങ്ങിയ അന്ന് മുതൽ അത് ഉപേക്ഷിക്കുന്ന അന്ന് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് അതിന്റെ ഡിസ്പ്ലേയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ്ലി ഇതിന്റെ റെസൊല്യൂഷൻ, അതായത് ഫുൾ HD+ റെസൊല്യൂഷൻ ആയിരിക്കണം നമ്മളുടെ ഡിസ്പ്ലേ. ഒപ്പം 250 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഇതിനുണ്ടായിരിക്കണം. റീഫ്രഷ് റേറ്റ് 60 Hz ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മളുടെ മിനിമം സ്റ്റാൻഡേർഡോ. സോ ഹെവി യൂസേഴ്സ്, അതായത് ഗെയിമേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹയർ റിഫ്രഷ് റേറ്റ്സ് പ്രിഫർ ചെയ്യാം. ഡിസ്പ്ലേ ടൈപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് IPS LCD ഡിസ്പ്ലേ ആണ് വിത്ത് ആന്റി ഗ്ലെയർ ഫിനിഷിംഗ്. ബിക്കോസ് ഏറ്റവും നല്ല കളർ ആക്യുറസി പ്രൊഡ്യൂസ് ചെയ്യുന്നത് IPS LCD ആണ്. ആൻഡ് ഈ ആന്റി ഗ്ലെയർ ഫിനിഷ് ഉണ്ടെങ്കിൽ ഒരുവിധം റിഫ്ലക്ഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. സോ ഒരു നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സൈസ് ആണ്. ലാപ്ടോപ്സിന്റെ കേസിൽ 13 ഇഞ്ച് മുതൽ 16 ഇഞ്ച് വരെയുള്ള ഡിസ്പ്ലേസ് കാണാൻ സാധിക്കും. പോർട്ടബിലിറ്റി ആണ് മെയിൻ. ഒരുപാട് ലാപ്ടോപ്പ് കൊണ്ട് നടക്കണം എന്നുള്ളവർ 13 ഇഞ്ച് മുതൽ 14 ഇഞ്ച് വരെ ഉള്ള ഡിസ്പ്ലേസ് ആണ് പരമാവധി നോക്കേണ്ടത്. ഇനി അതല്ല, നോർമൽ യൂസേഴ്സ് ആണെങ്കിൽ ഒരു 14 to 15 ഇഞ്ച് ഡിസ്പ്ലേ നമുക്ക് നോക്കാം. ഇനി ബെസ്റ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഗെയിമിങ്, എഡിറ്റിംഗ്, ഇതൊക്കെയാണ് പ്രയോറിറ്റി എങ്കിൽ കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേസ്, അതായത് 15 to 16 ഇഞ്ച് ഡിസ്പ്ലേസ് നമുക്ക് പ്രിഫർ ചെയ്യാം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോസസർ ഇന്റലിന്റെ ആണെങ്കിൽ അതിന്റെ i3 12th ജനറേഷനോ അതിന് മേലെയുള്ളതോ ആയിരിക്കണം. ഇനി റൈസന്റെ ആണെങ്കിൽ Ryzen 3 7000 സീരീസോ അതിന് മേലെയുള്ളതോ ആയിരിക്കണം. ഇതോടൊപ്പം നമുക്ക് പ്രോസസറിന്റെ പേരിന്റെ അവസാനം ഒരു ഇനീഷ്യലി കാണാൻ സാധിക്കും. അതായത് U അല്ലെങ്കിൽ H അല്ലെങ്കിൽ P. ഇതാണ് നമ്മൾ മെയിൻലി കണ്ടുവരുന്നത്. U കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൾട്രാ ലോ പവർ എന്നാണ്. അതായത് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസേഴ്സ് ആയിരിക്കും. അതിന് ഹെവി ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എനർജി മാത്രമേ അത് ഡിമാൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് മറ്റുള്ള ലാപ്ടോപ്സിനെക്കാളും കൂടുതൽ ഈ U സീരീസിലെ പ്രോസസർ വരുന്ന ലാപ്ടോപ്സിൽ കിട്ടും. അടുത്താണ് H, ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പ്. കുറച്ചും കൂടെ നന്നായിട്ട് ഗെയിം കളിക്കാനും ഹെവി കോഡിങ്ങിനും നല്ല വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് H സീരീസിൽ വരുന്ന പ്രോസസർ നമ്മൾ പ്രിഫർ ചെയ്യുക. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ റാം ആണ്. മിനിമം 8 GB ഓഫ് DDR4 റാം ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഈ DDR4 തന്നെ വ്യത്യസ്ത ക്ലോക്ക് സ്പീഡുകളിൽ റാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് 3200 MHz-ൻ്റെതാണ്. ഒപ്പം റാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വേണം. ഭാവിയിൽ കമ്പ്യൂട്ടർ സ്ലോ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റാം വെച്ച് അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കണം. സോ മിനിമം 16 GB വരെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തന്നിരിക്കണം. ഇനി കോഡിങ് ചെയ്യേണ്ടവരും കുറച്ചും കൂടെ ഹെവി ടാസ്കുകളുള്ളവരും 16 GB റാം പ്രിഫർ ചെയ്യുക. അഗെയിൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോറേജ് ആണ്. ലാപ്ടോപ്പുകളിൽ ഏറ്റവും മിനിമം കണ്ടുവരുന്നത് 256 GB SSD ആണ്. ആൻഡ് ഇതിൽ പകുതിയിലധികം അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് തന്നെ കൊണ്ടുപോകും. സോ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് അതിന്റെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള 512 GB SSD ആണ് പ്രിഫർ ചെയ്യുന്നത്. SSD തന്നെ പല ടൈപ്പുകളുണ്ട്. Gen 3 SSD, Gen 4 SSD. സോ പരമാവധി Gen 4 SSD തന്നെ പ്രിഫർ ചെയ്യുക. കാരണം അതിന്റെ സ്റ്റോറേജ് സ്പീഡ്, റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു Gen 3 SSD. 512 GB എന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സൈസ് ആണ്. സോ ഇതിലധികം പോകാൻ ചാൻസ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചറാണ് empty slot for SSD. അതായത് പുതിയൊരു SSD ഇടാനുള്ള ഒരു സ്പേസ് ലാപ്ടോപ്പിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു SSD നമ്മൾ USB വഴി കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. സോ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അതും ലാപ്ടോപ്പിന്റെ കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് അഡീഷണൽ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ്ലി USB-C പോർട്ട്. ഇന്നത്തെ ഫോണുകളെല്ലാം തന്നെ USB-C ടൈപ്പ് ചാർജിങ്ങുമായിട്ടാണ് വരുന്നത്. സോ ഫോണിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യണമെങ്കിലോ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ ഇത്തരത്തിലുള്ള പോർട്ട് മസ്റ്റ് ആണ്. രണ്ടാമത് സ്റ്റുഡൻസോ ഓഫീസേഴ്സോ ആണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ 2021 ലൈഫ് ടൈം ലൈസൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതില്ലെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി WPSO അതല്ലെങ്കിൽ ഇതിന്റെ തന്നെ ക്രാക്ക്ഡ് വേർഷൻസോ ഒക്കെ ഡൗൺലോഡ് ആക്കേണ്ടി വരും. മൂന്നാമത് ബാക്ക്ലിറ്റ് കീബോർഡ്.
രാത്രി കാലങ്ങളിൽ ഒരുപാട് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബാക്ക് ലിറ്റ് കീബോർഡ് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ബിക്കോസ് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നമുക്ക് എപ്പോഴും കീസ് കൃത്യമായി കാണാൻ പറ്റണം എന്നില്ല. അടുത്തതായിട്ട് ഒരു ഓപ്ഷണൽ സെക്യൂരിറ്റി ഫീച്ചറാണ്, അത് ഫിംഗർ പ്രിന്റ് സെൻസർ.